മൂവാറ്റുപുഴ നഗരത്തിലെ തകർന്നുകിടക്കുന്ന റോഡുകളുടെ നവീകരണം വേഗത്തിലാക്കുവാൻ തീരുമാനം. നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച 3 കോടിയിലധികം രൂപ ലാപ്സായി പോകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കാത്തതിനാൽ വലിയ ഗതാഗത തടസ്സവും നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. തകർന്നുകിടക്കുന്ന മൂവാറ്റുപുഴ നഗരത്തിലെ റോഡുകളുടെ നവീകരണം വേഗത്തിലാക്കും. റോഡുകളുടെ നവീകരണത്തിനായി 3,12,76,158 രൂപ 2025-26 സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുണ്ടെങ്കിലും നഗരത്തിലെ ഭൂരിപക്ഷം റോഡുകളും തകർന്നു കിടക്കുകയാണ്. മാർച്ചിൽ റോഡ് നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഫണ്ട് ലാപ്സാകും. ഇതൊഴിവാക്കാനാണ് നഗരസഭ നടപടി ആരംഭിച്ചത്. നഗര റോഡ് വികസനത്തെ തുടർന്ന് ഗതാഗതം ഇടറോഡുകളിലൂടെ വഴിതിരിച്ചുവിട്ടതിനെ തുടർന്നാണ് നഗരത്തിലെ റോഡുകൾ ഭൂരിഭാഗവും തകർന്നത്. നഗരസഭ റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും വിവിധ കാരണങ്ങളാൽ നവീകരണത്തിൽ കാലതാമസം നേരിട്ടു. മഴയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമൊക്കെ റോഡ് നവീകരണം വൈകുന്നതിന് കാരണമായി. കാലാവസ്ഥ അനുകൂലമായതോടെ റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. ഫണ്ട് ലാപ്സാകാതിരിക്കാൻ റോഡ് നവീകരണം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ നഗരസഭയും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ തൃക്കാ റോഡ്, കാവുമ്പടി റോഡ്, ടാഗോർ റോഡ് തുടങ്ങി മിക്കവാറും എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ്. ഇതിനെതിരെ നാട്ടിൽ പ്രതിഷേധവും ശക്തമാണ്. റോട്ടറി റോഡ് നവീകരണം അന്തിമഘട്ടത്തിലാണ്. 30 ലക്ഷം രൂപ ചെലവഴിച്ച് നടന്ന നവീകരണമാണ് അന്തിമഘട്ടത്തിലെത്തിയത്. റോഡിൽ കലുങ്ക് നിർമ്മാണവും കോൺക്രീറ്റ് കട്ടവിരിക്കലുമാണ് നടക്കുന്നത്. ഇത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 3 മാസത്തോളം റോഡ് അടച്ചിട്ടാണ് കലുങ്ക് നിർമ്മാണവും കട്ടവിരിക്കലും നടത്തിയത്. പലവട്ടം വിവിധയിടങ്ങളിൽ കോൺക്രീറ്റ് കട്ടവിരിക്കൽ നടന്നെങ്കിലും ഇത് അധികം താമസിയാതെ തകർന്നു പോകുന്നതാണ് പതിവ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.